നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ വീഡിയോസ് ഇടാൻ പറ്റാത്തത് എന്താ വെച്ചാൽ കുറച്ച് തിരക്കിലായിരുന്നു. നമ്മൾ കുടുംബ സംഗമത്തിൻ്റെ വീഡിയോസ് ഇട്ടതാണ്. അപ്പോൾ വീഡിയോ കാണാനായിട്ട് എന്താണ് ഏതാണെന്ന് ചോദിച്ച് പൊങ്കാല ഇടാണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു ഇക്കാക്ക് സുഖമായിട്ട് പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് റൈറ്റ് സൈഡ് മീൻ വണ്ടി ഒന്ന് കൊണ്ടു. അതാണ് സംഭവം ഓണടിച്ചുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡ് സ്ട്രോക്കായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് എത്തിയിട്ടുള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന്. എപ്പോഴും പുള്ളിനെ അങ്ങനെ താങ്ങി നീപ്പിക്കണം, കിടത്തൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ വീഡിയോസ് ഇടാൻ അതാണ് ഒരു ബുദ്ധിമുട്ട് വന്നത്. ഒരു 6-7 ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ 2 മാസക്കാലം പെരൻ്റെ ഉള്ളിൽ അടിച്ച് പൊളിച്ച് വീടിൻ്റെ മൊത്തം പരിസരം വൃത്തിയാക്കിയിരുന്ന ഒരു ടീമുണ്ട്, നമ്മുടെ മക്കൾ. അതുപോലെ തന്നെ നമ്മൾ പതുക്കായിട്ട് സ്കൂളിലേക്ക് പാക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ വർഷത്തെ ഒരു ആരംഭം ജൂൺ 1 അപ്പോൾ ഇന്ന് ആരംഭമാണ്. സ്കൂളിൻ്റെ പ്രവേശനോത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ തയ്യാറാവണം. അപ്പോൾ അവർ മദ്രസ് വിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ എത്താനായിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഇക്കാൻ്റെ വീട് കഴിഞ്ഞ് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എത്തിയേക്കാൾ ആൾക്കാർ എത്തിയിട്ട് നേരെ നമ്മളെന്ത് ചെയ്യുക, അവരെ സ്കൂളിലേക്കുള്ള ഈ 2 മാസം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പ്രാന്തടിച്ചിടക്കുകയാണല്ലോ. ഇവിടെ തെണ്ണിപ്പ് മുഴുവനും കാട്ടിയാണ്. വീടിൻ്റെ മൊത്തം പരിസരം കാണിച്ചു കഴിഞ്ഞാൽ തോന്നും ഏത് ആക്രിക്കടയെന്ന് തോന്നും. കാരണം വെച്ചാൽ അത്ര കലമ്പാക്കിയാണ്. കംപ്ലീറ്റ് കോല് സുബിക്കൊക്കെ പരിപാടി പറഞ്ഞാൽ തൊടുവിൽ എവിടെ പൂത്തുകളുണ്ട്, ഇവിടെ പൂത്തുകളുണ്ട്. ഈ പൂത്തുകളാക്കാൻ ഓനും പോകും. ഓനാണ് കാര്യമായിട്ട് കൊണ്ടുപോയി അങ്ങോട്ട് മേലേക്കാക്കൽ കേട്ടോ. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന കോലും പൊതുമ്പും പിന്നെ അലകും ഇതിൻ്റെയൊക്കെ വലിച്ചിരുന്നിട്ട് പിന്നെ റിവോൾവർ റൈഫിളർ എന്നിട്ട് ഗണ്ണുകൾ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ടിഷ്യും കളിച്ചിട്ട് അതവിടെ ഇടും. എന്നിട്ട് അടുത്ത പോക്കിന് അടുത്ത കോല് കൊടുത്തു തരാം. അങ്ങനെ ഒരുപാട് കോലും വറകൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ മുത്തുവിനൊരു കാര്യമാണ്, മുത്ത് അതൊക്കെ എടുത്ത് കത്തിച്ചു. എന്നിട്ട് ഉമ്മച്ചിക്ക് വറകുമായി ഇച്ച് തോക്കുമായി അറിയാം. എന്നിട്ട് അടുത്ത പോക്കിന് അടുത്ത തോക്ക് എടുത്ത് വരും. ആ മുത്തിന് നല്ല ഉണങ്ങിയ വറകും കിട്ടും, സുബിക്ക് തോക്കുകൾ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ കുറേ കത്തിച്ച് തീർന്നു. പക്ഷെ എന്നാലും വീടിൻ്റെ മൊത്തം ചുറ്റുപാടും ഇവിടെ ഉണ്ട്. എന്നിട്ട് ഈ ഒരു വെക്കേഷനിൽ സഭയ്ക്ക് കോഴിക്കുട്ടി ഉണ്ടായിരുന്നു. അത് പറയാൻ മറന്നുപോയി. പിന്നെ സഭ നമ്മളെ പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സഭാ മെഹർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓളെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയവളൊരു കോഴിക്കുട്ടിനെ കിട്ടിയപ്പോൾ അവൾക്ക് ചെറിയൊരു ഗിങ്ങി എന്ന് പറഞ്ഞൊരു കോഴിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ കോഴിക്കുട്ടി ചത്തിന് ശേഷം അവൾ പുതിയൊരു കോഴിക്കുട്ടിനെ ഒരു ജ്യേഷ്ഠം കൊടുത്തു. ആ ജ്യേഷ്ഠം കൊടുത്തിട്ട് ആ കോഴിക്കുട്ടിക്ക് ഒരു കൂട് വേണമെന്നാണ് കച്ചറ ഉണ്ടായിട്ട് ആ കൂടിൻ്റെ പണിയിലായിരുന്നു ഞാൻ ഒരു 4-5 ദിവസം മുന്നേ. അപ്പോൾ നമ്മളെ വർക്കിന് പോകും. വർക്ക് കഴിഞ്ഞ് വന്നാൽ പിന്നെ പുറത്തൊക്കെ പോയി വന്നിട്ടുള്ള സമയത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇടക്കാണ് കാക്കാക്ക് സുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് ഇന്നലെയാണ് അതിൻ്റെ ഫുള്ള് പണി കഴിച്ചത്. അപ്പോൾ ആ കൂട് അവിടെ റെഡിയാക്കി വെച്ചു. പക്ഷേ കൂട് പണി കഴിഞ്ഞാൽ കിളി പാറി എന്ന് പറഞ്ഞ മാതിരി കൂട് പണിയത് ആ കോഴിക്കുട്ടി ചത്തു പറഞ്ഞാൽ അതിന് തൂക്കം പിടിച്ച് ചത്തു. എന്നിട്ട് ഇവർ സുബിയും സബിയും തട്ടിയ സ്റ്റൂളിലൊക്കെ വെച്ചിരുന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം ഞാനൊരു ഓഫർ ഇട്ട് കൊടുത്തു. അത് പ്രശ്നമല്ല, നിങ്ങൾക്ക് ഇതിന് പകരം ഞാൻ 10 കോഴിക്കുട്ടികളെയും ഒരു കോഴിനെ മേടിച്ചു തരാണ്. അപ്പോൾ എവിടെയെങ്കിലും വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുട്ടികളുണ്ടെങ്കിൽ ഒരു കോഴി ഉണ്ടെങ്കിൽ അതിനെ മൊത്തം മേടിച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ദിവസം നമുക്ക് ചെയ്യണം. കിട്ടിയിട്ടില്ല, ഞാൻ ഇന്നലെ ഒരു അടുത്ത് പോയി. അപ്പോൾ ഈ കോഴിൻ്റെ ദീനത്തിൻ്റെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കച്ചറ അലമ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോലെ ഫ്രീ മൈൻഡ് അത് എന്താ പറയുക അലസരായി നടക്കണം. ആ അലസതൊക്കെ മാറ്റി ഇനി നേരെ നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. ഈ സ്കൂളിൽ ഇക്കുറി ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ അവിടെ ഇൻവോൾവ് ആണ്. അത് ഏത് ഭാഗത്താണെന്നുള്ളത് ഞാൻ ഓലുണ്ടാകുമ്പോൾ ഓലെ മുന്നിൽ നിങ്ങളോട് പറയാം. അതാവും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ ഉടായ്പും ഇനി മുതലുള്ള എല്ലാ ഉടായ്പകളും എനിക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓല് പോകുന്ന സ്കൂൾ UP സ്കൂൾ കൂട്ടിലാണ്. ഭയങ്കര നിലവാരത്തിൽ വിദ്യാഭ്യാസവും കായികവും പിന്നെ ബാക്കിയുള്ള എല്ലാ മേഖലയിലും കലാപരമായ മേഖലയിലെല്ലാം കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ കിട്ടുന്ന സ്കൂളാണ്. അവിടെ പിന്നെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിക്കുന്ന അധ്യാപകർ ഇന്നൊക്കെ പഠിപ്പിച്ച ഞാനൊക്കെ ചെറുപ്പത്തിൽ മോണാക്ട് നാടകം ആ ഒരു ലെവലിൽ വന്ന് ഇന്ന് ട്രെയിൻ ചെയ്ത അധ്യാപകർ തന്നെ ഇന്ന് അവിടെ അധ്യാപകരായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല ബെറ്റർ സ്കൂളാണ്. സ്കൂളിൽ പോവാണ്ട് പറഞ്ഞിട്ട് മുത്തു നേരെ എന്ത് ചെയ്യണം, മുല്ലപ്പൂ വറുത്തോണ്ടിരിക്കുക കേട്ടോ. മുത്ത് കിട്ടിയാ? കുറച്ച് അടുത്ത് വെച്ചിക്കണം അല്ലേ? കോർത്ത് വെച്ചാ ഇനി ഉണ്ടോ? എന്താക്കണു മുല്ലപ്പൂ? ഇത് പണ്ട് എൻ്റെ പങ്ങക്ക് വേണ്ടി കുഴിച്ചിട്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ വഴി ഇതിലേനു, ആ വഴിവക്കത്ത് ഇങ്ങനെ കുഴിച്ചിട്ടായിരുന്നു. ഇപ്പോൾ അത് മകൾക്ക് വരെ എത്തി. കുറച്ച് വള്ളി ഉണ്ട് ഇവിടെ. അത് ഈ തെങ്ങ് തടത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഇതൊന്ന് കൊഴിഞ്ഞാൽ കിട്ടോ നിങ്ങൾ പോരെ. പോരെ എന്താ പോലെ ഓളെ പൈജാമൻ്റെ ജുബ്ബിയോളും. അപ്പോൾ ബെൻസ് കെക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ബെൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാ ഇതിന് ഇനി വിശ്രമമാണ്. ഈ സൈക്കിളൊക്കെ ഇനി പഠിച്ചോനെ ചിരിച്ചേക്കാണ്. കാരണം ഒരു തൊയ്രും സമാധാനമല്ല. ഇവിടെ നിന്ന് പോരുക. അതായത് മേലെന്ന് നമ്മൾ വീടിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് പോരും കേട്ടോ. ഇവിടുന്ന് ഇറക്കാണ്. നേരെ പോയിട്ട് അവിടെ പോയിട്ട് ഒറ്റ ബ്രേക്ക് കൂടി ബാക്കിൽ തിരിച്ചില്ലേ.
ഈ സാധനമൊക്കെ ഇനി സമാധാനത്തിൽ രക്ഷപ്പെടും. ഞങ്ങൾ വേനൽ പരിപാടി കുറേ ഇവിടെ നടത്തി വെച്ചിട്ടുണ്ട്, ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് ഉണ്ടാക്കി കോഴിക്കൂടൊക്കെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരട്ടില്ലേ. ഓരോ വീഡിയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഇവിടെ ഫുള്ള് ക്യാമറ ഇനി മുതല് മൊത്തം എല്ലാവർക്കും ക്യാമറ. മുല്ലപ്പൂ കോർത്തുകൊണ്ടിരിക്കുക കേട്ടോ. ചീത്ത അറിയുന്നോ? അതും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഒരു കണ്ടന്റ് തന്നെ. മകളെ സ്കൂളിലേക്ക് സോപ്പിട്ട് പറഞ്ഞേക്കാണ് സഭക്കുറി മെച്ചിയെ ഇതിട്ടാണ്ടോ? ഇന്നലെ രാത്രി പകുതി ഉറത്ത് വെച്ചാ? അപ്പൊ ഇന്ന് രാവിലെ കിട്ടിയിട്ടില്ല? ഈ 3 ആ മതിയല്ലോ. ആയിക്കോട്ടെ ഏതായാലും. മുല്ലപ്പൂച്ച കുത്തിക്ക അവിടെ കുത്തിയ കാണൂല, തലറ്റ് റിഫ്ലക്സ് വരുന്നുണ്ട്, കാണൂല. റിഫ്ലക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ കാണൂല. ഒത്തിരി ചൂട്ടിട്ടാ മതി. സേവത്തൊന്നും കാണ്ടോളം പോണ്ട് കളിച്ചിനെ നമ്മക്ക് ഇവിടെ പൊങ്കാലൊക്കെ. എന്തായാലും വെയിറ്റ് ചെയ്യാം, വരികക്കാരെ ആൾക്കാരിപ്പോ. നമ്മളെ വില്ലന്മാര് വരുന്നുണ്ട്. അലൈഹി സ്വലാം. പോരി. എന്താണ് യൂണിഫോം ഇട്ടില്ല മദ്രസക്ക്? യൂണിഫോം ഉണ്ടേ? ഇന്ന് രക്ഷപ്പെട്ടിക്കണല്ലേ. നമ്മളെ പരിപാടി ഇനി ഒന്നും നടക്കൂലട്ടോ. പിന്നെ ഞാൻ ഇവരൊക്കെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ എന്താ അറിയില്ലേ? ആ കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ സ്കൂളിലെ SMC ചെയർമാൻ ഇപ്പിച്ചു കേട്ടോ. നിങ്ങളാ കളിയൊന്നും നടക്കൂല, നിങ്ങളെല്ലാം ഞാൻ പിടിച്ചും എല്ലാ പരിപാടിയും പിടിച്ചും. നിങ്ങൾ പഠിച്ച സ്കൂളിലെ SMC ചെയർമാൻ അല്ല, നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ്മാഷാണെന്ന് നമ്മുടെ കുട്ടികളോടൊക്കെ പറയില്ലേ? കേട്ടിക്കണോ? അതാണ് ഒരു ഉടായ്പ നടക്കും. നല്ലോണം പഠിച്ചോണ്ടു, ഇല്ലെങ്കിൽ പണിയാണ് കിട്ടും കേട്ടാ. ഇപ്പൊ ഇതിനെ പഠിപ്പിച്ച മാഷന്മാരൊക്കെയാണ് അവിടെ. എമ്മച്ചക്ക് ഓർത്ത് വെച്ചിക്കണൊക്കെയല്ല പോ. എന്റെ ചാനലിന്റെ പേര് പറഞ്ഞെടുത്താ? ചാനലിന്റെ പേരറിയത്തുള്ളു. പറഞ്ഞ സബ. എല്ലാരും പിന്നെ കുത്തി പിടിച്ചേ. അപ്പൊ എന്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയല്ലേ നമുക്ക്? സബ മെഹറി. ഓക്കെ. ഇന്നലെ രാത്രി നേരത്തെ കടന്നുറങ്ങിയ ആളിതാ പുസ്തകങ്ങളൊക്കെ തട്ടിക്കൂട്ടി പെറുക്കി വെക്കണേ. എന്തൊക്കെ സുഖ ബാഗ് ഉണ്ട്? എന്തൊക്കെ അത്? അത് റെയിൻകോട്ടല്ലേ അമ്മ? 4A4 എന്തിനാ? ലവ് ലെറ്റർ കൊടുക്കണ്ടോ? LKG-ന്ന് LKG-ന്ന് അത് പൊട്ടിയോ? അത് നമുക്ക് നേരാക്കാം. ഇന്നെ കൊണ്ട് വെക്കും. എന്നാ വേഗം ചായ അടിച്ച് പോണ്ടേ? പോണ്ടേ? അല്ല മുട്ടായിയോ? ആര് മുട്ടായി നിനക്ക്? എന്തിന്? തിന്നില്ലേ? ഓക്കെ. പള്ളിയിലാ? അപ്പൊ ഇറങ്ങാൻ പോവാട്ടോ. ഫുള്ള് ഇതുവരെ മേക്കപ്പ് ഒക്കെ ചെയ്തിറങ്ങാൻ പോവാ. പോരി സുന്ദരിയല്ല. എന്താ മുടി കുളിച്ചിക്കേ? പോവല്ലേ? എന്നാ കേറി. അലൈഹിസ്സലാം. കേറി. വണ്ടി പോവല്ലേ? ഇന്നുള്ളൂ കേട്ടോ വണ്ടിയില്. എന്നതിന് മനക്കരുത്. ഇതൊരു സീലാക്കാൻ പറ്റുന്നില്ല. എന്താ സുബിയ പുതിയ ചെരുപ്പായിട്ട് കൊള്ളണില്ല എനിക്ക്? മതിയോ? കയറി വണ്ടി കയറി. അപ്പൊ ഞങ്ങള് മുത്തുവാ ഇങ്ങോട്ട് പോവാണ്. വെജ് രക്ഷപ്പെട്ട. എനിക്കിപ്പോ 2 മാസം കഴിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടേ ഇല്ല ഇവരൊക്കെ ഉണ്ടല്ലേ. പെരും ചൊറുക്കായല്ലോ. വെജ പഠിച്ചോനീ. എന്താ പറ്റി ചൊറുക്ക് കൂട്ടല്? മേക്കപ്പ് ഇങ്ങോട്ട് ചെയ്തിട്ട് ഇറങ്ങ. ബാ ഇനി എന്തൊക്കെ വേണ്ട വെച്ചാൽ മേടിച്ചേ? സാധനം മേടിച്ചാൽ ഇനി കഴിഞ്ഞിട്ടില്ല. അത്ര 16 പത്ത്
ഇനിയല്ലോ ഒരു സാധനം വാങ്ങണം. എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല, വാങ്ങിക്കൊടുക്കണേ. കയറിക്കോളൂ. സ്കൈലെടുത്തോളി. ആ സാധനം കൂടി കിട്ടിയ സെറ്റായില്ലേ? സ്കെയില് വേണം, രണ്ടാക്കും ഓരോന്ന്. രണ്ടാക്കും ഓരോ സ്കെയില്. പിന്നെ കട്ടറും കൊടുക്കി, 2 കട്ടർ. പിന്നെ ഏതോ മെഴുകോ മറ്റേ മെഴുക് 10ൻ്റെ 2. ഇനി എന്തെങ്കിലും വേണോ? കഴിഞ്ഞില്ലേ? കടലാസ് പെൻസിലോ? അത് 2. ഇപ്പം ഇതോടുകൂടി നമ്മൾ വാങ്ങൽ കഴിഞ്ഞോ? ഇനി വേണ്ടി വരുമോ എന്തെങ്കിലുമൊക്കെ? ബാഗൊക്കെ ഞങ്ങളേ ഓൺലൈനിൽ നിന്ന് എടുത്തു കേട്ടോ. 2 ബാഗും ഒക്കെ വേറെ ലെവലാക്കിയാണ്. അപ്പോൾ സാധനങ്ങൾ എടുത്തു. ഇത് മതി, ഇത് മതി. അപ്പോൾ എത്രയായി? 20. ആക്രാന്തം കാട്ടല്ലേ. ഈ കളറ് മാറ്റി കൊടുത്താൽ ഇത് ചിലപ്പോൾ എവിടെയും ചാടിയെ കാണൂല. അഞ്ഞി പോവാ. ഫസ്റ്റ് ദിവസം തന്നെ നേരം വെക്കല്ലോ. എവിടെയാ വണ്ടി കേറിക്കാം. അതെ ഇവിടെ കമോൺ കേറാ. എന്താണ് ഓടണ്ട റോഡ്. അപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്ത് എത്തിയിട്ട് ഞങ്ങൾ അപ്പം അതിൻ്റെ ഒരു അറമാദിക്കലാണ് കാണുന്നത്. സ്കൂൾ പൊളിയാക്കിട്ടാ. ബാ ഡോണോ? എന്ത് ഡോണ്? ഇതേനെ ഡോണ് അല്ല, അടിപൊളി സംഭവം. കറക്കെ ടീച്ചർമാരൊക്കെ നല്ല ടീച്ചർ ടീച്ചറ്. പ്രവേശനോത്സവത്തിനാ